ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പം നമ്മളിവിടെ ഇന്ന് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. നമ്മൾ 3 അരി, കഴമരി, പച്ചരി, പുഴുങ്ങലരി, ഇത് 3 സമം എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കാം. അപ്പം അതിലേക്ക് കുറച്ച് ഏലം, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് തേങ്ങ കൂടെ നമ്മളിപ്പോൾ ഇത് ഒരു 3 ഗ്ലാസ്സാണ് എടുത്തത്. അപ്പോൾ അതിലേക്കൊരു തേങ്ങേൻ്റെ അടുത്ത് തന്നെ ഞാനിപ്പോൾ ആവശ്യത്തിന് കൂട്ടുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് നൈസാക്കി അരച്ചെടുത്തിട്ട് വരാം. നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ച് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒരുപാട് തിക്കാവണ്ട, എന്നാലും നല്ല ലൂസായിട്ടാണിത് വേണ്ടത്. ദോശേനെക്കാട്ട് ഒന്നുകൂടെ നൈസാക്കി എടുക്കാം. എന്നാൽ നമ്മുടെ ഇറച്ചിപ്പത്തിരിക്ക് കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും നെയ്യും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബാക്കി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഉള്ളിയും കുറച്ച് പച്ചമുളക്, കറിവേപ്പില ഇതുകൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. നമുക്കതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത ഉള്ളിയൊക്കെ നമുക്കൊരു പാനിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആദ്യം എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത ബീഫാണിത്. അപ്പോൾ ഇതൊരു 1/2 kg ആണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. നമുക്കിതിലേക്ക് 1 മുറി തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി നമ്മൾ ബീഫിലിട്ടത് കൊണ്ട് ഉള്ളിയിലേക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ബീഫോട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ബീഫോട് ഇട്ടിട്ട് കുറച്ച് സിമ്മാക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മസാല ഒന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി വരുന്നത് വരെ ഉള്ളിയും തേങ്ങയൊക്കെ കൂടെ ഒന്ന് മിക്സായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്ക് സിമ്മാക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ആവിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആവിച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം വെച്ച് അരിപ്പ വെച്ച് നമ്മളതിലേക്കൊരു കിണ്ണ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ആദ്യം മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മൂടി വെച്ചാൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കിന് വെന്ത് വരും. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം.
വീണ്ടും അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് വീണ്ടും അതിന് മേലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നെയ്യ്, മാവ്, മസാല ഇങ്ങനെ അട്ടിയായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പാത്രം നിറയുന്നത് വരെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഏകദേശം പാത്രം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് 1/4 മണിക്കൂർ വേവിച്ചെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ ആൾക്കാർ നമ്മളോടിത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എല്ലാവരും റിക്വസ്റ്റ് വിചാരിച്ചാണ് നമ്മളിത് ചെയ്തത്. അപ്പം മസ്റ്റ് ട്രൈ ആണിത്. എല്ലാവരും ചെയ്ത് കമൻറ്റ് അറിയിക്കുക. എല്ലാവരും അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൈ ബൈ.